പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നത് കണ്ടോ? ഇത് നമ്മൾ തൂക്കിയല്ല, അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന കക്ഷിയാണ് ഈ തൂക്കുന്നത്. വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളാണ് തൂക്കുന്നത്. ഇത് തൂക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെയ് 22-ാം തീയതി ഭാരത് ഗ്യാസിന്റെ കോഴിക്കോടുള്ള ഒരു പ്രമുഖ ഡീലർ നമ്മളെ വീട്ടിൽ എത്തിച്ചു തന്നൊരു ഗ്യാസിന്റെ സിലിണ്ടറാണിത്. അയാള് വീട്ടിൽ എത്തിച്ചു, അയാൾ പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് നിന്ന് അത് അടുക്കളയിലേക്ക് എടുത്തു വെക്കുമ്പോൾ അതിന് വളരെ ഭാരക്കുറവായിരുന്നു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നി, ഇതിൽ എന്തോ ഗ്യാസ് ഇല്ലേ? അങ്ങനെയാണ് ആദ്യമായി വീട്ടിൽ നിന്ന് ഈ സിലിണ്ടർ ഒന്ന് തൂക്കി നോക്കി. അപ്പോൾ കറക്റ്റ് തൂക്കം 29 കിലോ 200 ഗ്രാമാണ്. പക്ഷെ നമ്മൾ തൂക്കിയപ്പം 23 കിലോ ആണ് ഉള്ളത്. അതായത് 6 കിലോ ആണ് ഒരു സിലിണ്ടറിൽ കുറവുള്ളത്. നമ്മളപ്പോൾ തന്നെ ഈ ആളെ സമീപിച്ച് സംസാരിച്ചു, വിളിച്ചു. അവർ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, ഇത് കമ്പനിയിൽ നിന്നുള്ള പ്രശ്നമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കമ്പനിയായിട്ട് ആലോചിച്ചിട്ട് പറയാന്ന്. അങ്ങനെ നമ്മൾ കുറെ ദിവസം കാത്തു. തിരിച്ച് വീണ്ടും ഡീലർ വിളിച്ചപ്പോൾ അവരാരും ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ കുറെ ദിവസം, ഒരാഴ്ച കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു, കളക്ടർക്കും തഹസിൽദാർക്കും ഇതിനെക്കുറിച്ച് ഒരു പരാതി കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുക്കുന്നുള്ള ഈ കാര്യം എങ്ങനെയോ അവരറിഞ്ഞതിന് ശേഷം നമ്മളെ രാവിലെ മുതൽ അന്ന് രാവിലെ തൊട്ട് അവർ വിളിക്കുകയാണ്, നിങ്ങൾ പരാതി കൊടുക്കരുത്. അപ്പൊ അവർ വിളിച്ചതിനൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ മീഡിയയ്ക്ക് കൊടുക്കുകയാണ്, വാർത്ത ചെയ്യാൻ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അവർ പറയാണ്, നിങ്ങൾ മീഡിയയ്ക്ക് കൊടുക്കരുത്, വാർത്ത ചെയ്യരുത്, പരാതി കൊടുക്കരുത്, ഞങ്ങൾ കുറെ ഡീലർമാരെ ഇത് ബാധിക്കുന്നു. അതായത് എങ്ങനെ ബാധിക്കുന്നത് നമുക്ക് പറയാൻ മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ഈ ഒരു സിലിണ്ടറിന്റെ പേരിൽ എല്ലാ ഡീലർമാരെയും ബാധിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഒരു സിലിണ്ടറിന്റെ പേരിൽ ആ ഡീലർക്ക് മാത്രമേ പ്രയാസം വരുന്നുള്ളൂ. പക്ഷെ അവർ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പോയി കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് ഏജൻസിയിലുള്ള പല ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ നമ്മളെ ജോലിയെ ബാധിക്കുന്നു. അപ്പൊ നമ്മളവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരും വിരോധമൊന്നുമില്ല, അപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി പോകണം. അപ്പം പിറ്റേന്ന് അവര് നമ്മളോട് പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾക്ക് പിറ്റേന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ സിലിണ്ടർ എത്തിച്ചേരും, പിന്നെ ആ ഭാരത് ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ പുതിയ കണക്ഷൻ തരാൻ വേറെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ നമ്മളെന്താ ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ അവരോട് പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രാവിലെ തന്നെ വരികയും നമ്മളെ വീട്ടിൽ വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ആ സിലിണ്ടർ തൂക്കിയ വീഡിയോ ആണ് നിങ്ങളിപ്പം കാണുന്നത്. അവരെ കൊണ്ട് തന്നെ തൂക്കിപ്പിച്ച വീഡിയോ ആണിത്. 23 കിലോ. നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, നമ്മൾ പൊതുജനങ്ങള് വഞ്ചിതരാകാൻ നിൽക്കരുത് ഇനി. കാരണം എന്താ വെച്ചാൽ, ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നാട്ടില്, ഒരുപാട് തട്ടിപ്പുകൾ ഗ്യാസിന്റെ പേരിൽ. നമ്മൾ അതിനുശേഷം കുറെ ആളുകളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പല ആളുകൾക്ക് ഈ വിഷയങ്ങളുണ്ട്, ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലാതെ വളരെ ഭാരക്കുറവ്. പക്ഷെ നമ്മൾ ആരും അത് തൂക്കി നോക്കുന്നില്ല. നമ്മളൊരു വീട്ടിലൊരു സിലിണ്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൂക്കി നോക്കാൻ നമ്മൾ നിൽക്കാറില്ല. കാരണം നമുക്കൊരു വിശ്വാസ്യതയാണ് ഭാരത് ഗ്യാസിലും ഏത് ഗ്യാസ് ആയാലും സിലിണ്ടർ തൂക്കാൻ നമ്മൾ നിൽക്കാറില്ല. പക്ഷെ ഇനിമേൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന സിലിണ്ടർ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ആളെ കൊണ്ട് തന്നെ തൂക്കിപ്പിച്ച് നമ്മൾ വാങ്ങിച്ചു വെക്കണം എന്ന് ഓർക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി ഓർക്കുക, വീട്ടിൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആളോട് പറയുക, വീട്ടിൽ കൊണ്ടുപോകുന്ന പാട് ഞങ്ങൾക്ക് തൂക്കി കാണിച്ചു തരണം എത്ര കിലോ ഉണ്ടെന്ന്. 29 കിലോ എന്ന് ഉറപ്പുവരുത്തണം നമ്മളെ സിലിണ്ടർ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും അറിയട്ടെ ഈ കാര്യങ്ങൾ.